മേലേക്കാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് മുഗൾ ഗാർഡനിലേക്കാണ്. മുഗൾ ഗാർഡൻ ചഷ്മ ഷാഹി എന്നാണ് അതിൻ്റെ പേര്. അത് നമ്മുടെ ശ്രീനഗറിൽ നിന്ന് ഒരു 11 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ നമ്മളങ്ങനെ മുഗൾ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല, ഇനി ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് എത്രയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നോക്കി നോക്കട്ടെ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത് 24 രൂപയാണ്. 24 മഞ്ഞ് കിടക്കുന്നുണ്ടോ? മഞ്ഞ് ഞങ്ങൾക്ക് ചെറിയ സംശയം, ഇത് ഒറിജിനലാണോ അല്ലേ? അപ്പോൾ ആ സംശയം തീർക്കാണ് ഗായ്സ്. ഒറിജിനലാണ്, ഇത് ഒറിജിനൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ചെറുമട്ടത്തിലുള്ളൊരു ഗാർഡനാണ് നമുക്ക് കാണാനുള്ളത്. പിന്നെ നല്ലൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ നല്ലൊരു മഞ്ഞ് ഇങ്ങനെ വീണിട്ടുള്ള മലൻ്റെ വ്യൂ ഉണ്ട്. ആ സൈഡിക്കൊക്കെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഇവിടേക്ക് വല്ലാതല്ല. അതാണ് നല്ല വർക്ക് ഇപ്പോൾ ഇങ്ങനെ പരിപാടികൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലുണ്ടോ മഞ്ഞ് കിടക്കുന്നുണ്ടോ? നല്ല സെറ്റായിട്ടുണ്ട്. ഫോട്ടോസ് എടുക്കണമെങ്കിൽ അവരുടെ തന്നെ കോസ്റ്റ്യൂം, കാശ്മീരി കോസ്റ്റ്യൂം ഇട്ടാണ്ട് ഫോട്ടോസ് എടുക്കണമെങ്കിൽ അങ്ങനെ അവർ ഫോട്ടോ എടുത്തു തരും. അതിനുള്ള സെറ്റപ്പ് സജ്ജീകരണം മക്കളിവിടെ ഉണ്ട്. അവിടെ എല്ലാ കോസ്റ്റ്യൂം ഐറ്റംസും അതേപോലെ ഉണ്ടാവും. ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല റേറ്റും വരുന്നുണ്ട്. 200, 250, 280 അങ്ങനെ ഓരോ. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രീനഗറിൽ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടോ, അപ്പോൾ കുറേ ആൾക്കാരായിട്ടോ. നമ്മൾ കയറി വരുമ്പോൾ ഇത്രയൊന്നുമില്ല, ഒരുപാട് ആളുകളായി. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ ഗാർഡനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി അടുത്ത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഹസ്രത്ത് ബാൽ മസ്ജിദിലേക്കാണ്. ശ്രീനഗറിൽ അറിയപ്പെട്ട ഒരു മസ്ജിദാണ് ഹസ്രത്ത് ബാൽ മസ്ജിദ്. അപ്പോൾ ഇനി നമ്മൾ അവിടുത്തെ കാഴ്ചകളിലൂടെ കാണിച്ചു തന്നതിൻ്റെ ശേഷം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് കരുതുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. ഇവിടെ നല്ല പർച്ചേസിങ്ങിന് പറ്റിയ നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ആയിട്ടും അതേപോലെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഹസ്രത്ത് ബാൽ മസ്ജിദിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് ചരിത്രമുള്ളൊരു മസ്ജിദാണ് കേട്ടോ ഹസ്രത്ത് ബാൽ മസ്ജിദ്. നമ്മുടെ ഷാജഹാൻ ചക്രവർത്തി ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ മസ്ജിദിൻ്റെ പണി പൂർത്തിയായത്. 11 വർഷം എടുത്തു ഈ മസ്ജിദിൻ്റെ പണി പൂർത്തിയാവാനെന്നൊക്കെ പറയുന്നുണ്ട്. ഈ കാണുന്നുണ്ടല്ലോ, മുഗൾ ചക്രവർത്തി ആയിരുന്ന ഔറംഗസീബ് എഴുതിയ വിശുദ്ധ ഖുർആന്റെ പുരാതന പകർപ്പാണ് ഇത്. ഇവിടെ ഹസ്രത്ത് ബാൽ മസ്ജിദിൽ വന്നാൽ കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഹസ്രത്ത് ബാൽ മസ്ജിദിൽ നമുക്ക് കാണാനുള്ളത്. പിന്നെ അതേപോലെ ഒന്നുള്ളത് ദർഗയാണ്. ദർഗൻ്റെ അവിടെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി നോട്ട് അലൗഡ് എന്ന് കണ്ടപ്പോൾ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അതേപോലെ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ കുട്ടികൾക്കോ ചെറുമട്ടത്തിൽ കളിക്കാനുള്ള ഒരു ചെറിയ പാർക്ക് സെറ്റപ്പൊക്കെ ഉണ്ട്. പാർക്ക് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ചെറുമട്ടത്തിലുള്ളൂ. അപ്പോൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. പിന്നെ അതൊക്കെയാണ് അപ്പോൾ അവിടെ ദർഗയിലുള്ള കാഴ്ചകൾ, അവിടെ ഹസ്രത്ത് ബാൽ മസ്ജിദിൻ്റെ കാഴ്ചകൾ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.